ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ വീട്ടിലെ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ടബ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പം മേടിച്ചിട്ട് ഏതാണ്ട് 4 മാസത്തോളമായി. ഇതുവരെ ടബ് ക്ലീൻ ചെയ്തിട്ടില്ല. 1 മാസം കൂടുമ്പോൾ ടബ് ക്ലീൻ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാത്തതുകൊണ്ട് വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഇത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള കവറാണ്, വാഷിംഗ് മെഷീൻ്റെ കവറാണ്. ഇതാകുമ്പോഴത്തേക്കിനും പൊടിയും കാര്യങ്ങളൊന്നും വരികയില്ല. ആദ്യം തന്നെ കവറ് മാറ്റിയതിന് ശേഷം ഇവിടെയാണ് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്നത്. പൊടി ഇട്ട് കൊടുക്കുന്നതിന് ടബ് ക്ലീൻ ചെയ്യാൻ പ്രത്യേകം പൊടിയുണ്ട്. ഇതിപ്പം LGയുടെ ഈ പൊടിയാണ് നമ്മളിട്ട് കൊടുത്ത് ടബ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ലപോലെ ചെളിയും പൊടിയൊക്കെ കയറി ഇരിപ്പുണ്ട്. ഇത് നമുക്ക് ഒരു ബഡ്സ് വെച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലെല്ലാം നല്ലപോലെ പൊടി വരുന്നുണ്ട്. പിന്നെയുള്ളത് ഇതാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളത്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇതിനകത്തൊക്കെ അത്യാവശ്യം നല്ലപോലെ പൊടിയും തുണിയുടെയൊക്കെ പൊടി കയറിയിരിക്കും. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഊരിയെടുക്കാനും പറ്റും, അതുപോലെ തന്നെ ഇങ്ങനെ കയറ്റി വെക്കാനും പറ്റും. ഇനി നമുക്ക് ടബ് ക്ലീൻ ചെയ്യാൻ ടബ് ക്ലീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ടബ് ക്ലീൻ ചെയ്യാം. അതിന് ആദ്യം തന്നെ നമുക്ക് ആ പൊടി പൊട്ടിച്ച് ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. ഈ പൗഡർ മുഴുവനും ഇട്ട് കൊടുക്കണം. ഇനി അടച്ചു കൊടുത്തതിന് ശേഷം പവർ ഓൺ ചെയ്തിട്ട് ടബ് ക്ലീനിൻ്റെ ഓപ്ഷൻ ഇട്ട് കൊടുക്കണം. ഒരു മണിക്കൂറും 44 മിനിറ്റും ഉണ്ട്. വെള്ളം ഓൺ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് ശേഷം നമുക്ക് ബാക്കി അതിൻ്റെ സൈഡൊക്കെ ബഡ്സ് വെച്ച് ഇത് തീർന്നതിന് ശേഷം നമുക്ക് ചെയ്യാം. ഇതിനകത്തിപ്പം വെള്ളം വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുക. 1 മണിക്കൂറും 41 സെക്കൻഡും കഴിയുമ്പോഴത്തേക്കിനും അത് നല്ലപോലെ അതിൻ്റെ ടബെല്ലാം ക്ലീൻ ആവും. ക്ലീൻ ആയതിന് ശേഷം നമുക്ക് ബഡ്സ് ഇട്ട് ബാക്കി സൈഡൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. തുടക്കക്കാർക്കൊക്കെ നല്ലപോലെ ഡൗട്ട് ഉണ്ടായിരിക്കും, ഇത് എങ്ങനെയാണ് ടബ് ക്ലീൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ടബ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. കാരണം നമ്മൾ തുണി ഇട്ടതിന് ശേഷമായിരിക്കും വെള്ളം ഒഴിച്ചിട്ട് വെള്ളം വന്ന് ഇത് അലക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ തുണി ഇടാതെ തന്നെയില്ല. അപ്പോൾ ഇത്രയും വെള്ളം വരുമോ എങ്ങനെയാണെന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ വന്ന് നോക്കിയപ്പോഴത്തേക്കിനും അത് നിറച്ച് വെള്ളമായിട്ടുണ്ടായിരുന്നു. തുണി ഇടുന്ന പോലെ തന്നെ വെള്ളം വന്നിട്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. കണ്ടില്ലേ? ഇപ്പം 1 മണിക്കൂറും 38 മിനിറ്റും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ആക്കി നോക്കാം. ടബിൻ്റെ ടബൊക്കെ നമ്മൾ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ സൈഡിലത്തെ ചെളികളൊന്നും പോയിട്ടില്ല. ഇതിന് നമുക്ക് ഈ ബഡ്സ് ഉപയോഗിച്ച് ഈ സൈഡ് മൊത്തം ക്ലീൻ ചെയ്യാം. ബഡ്സ് കൊണ്ട് മാത്രം പോവുകയില്ല. അപ്പോൾ ഇതുപോലത്തെ ബ്രഷ് വെച്ച് ഇതിൻ്റെ സൈഡെല്ലാം വൃത്തിയാക്കാം.
ബ്രഷും ബഡ്സും ഉപയോഗിച്ചത് കൊണ്ട് മൊത്തം എനിക്ക് ക്ലീൻ ആവാത്ത പോലെ തോന്നി. അപ്പം ഞാനൊരു തുണി ഉപയോഗിച്ചത് മൊത്തം ഒന്ന് നല്ലപോലെ ഒന്നുകൂടെ തുടച്ചെടുത്തു. അപ്പോഴത്തേക്കിനും കുറച്ചുകൂടെ വൃത്തിയാവുമല്ലോ എന്ന് കരുതി. ഇപ്പം നമ്മുടെ ടബ്ബ് നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. സൈഡും അതിൻ്റെ എല്ലാ സൈഡുകളും എല്ലാം വൃത്തിയായിട്ടുണ്ട്. പൊടിയെല്ലാം നല്ലപോലെ പോയി. ടബ്ബ് ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ ഈ സാധനം ടബ്ബ് നമുക്ക് 1 മാസം കൊണ്ട് ക്ലീൻ ചെയ്താൽ മതി. പക്ഷേ ഇത് നമ്മൾ എല്ലാ ആഴ്ചയും എടുത്ത് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ ഇതിനകത്ത് നല്ലപോലെ പൊടിയൊക്കെ ഇരുന്നിട്ട് ആ തുണിയിലെല്ലാം അഴുക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്.